പിന്നെ മുണ്ടക്കയാണ്. ഞങ്ങളെല്ലാവരും ഒരുപോലെ. ഞാൻ ഈ തലേ ദിവസം ഉരുൾപൊട്ടിയ വെള്ളം കലങ്ങി വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ തലേ ദിവസം പിന്നെ അവിടെ നമ്മളെ പുഞ്ചിരിമട്ടം ആദിവാസി കോളനി മുതൽ പിന്നെ വെളിഗിരി അത്തനാര് മുതൽ ഞാൻ രാവിലെ ഒരു 6 മണിയാകുമ്പോൾ ഞാൻ അവരെ വീടുകളിലൊക്കെ പോയിട്ട് പറഞ്ഞു മഴ കൂടുതലാണ്. ഞാൻ അവിടുത്തെ ഒരു അമ്പല സെക്രട്ടറിയാണ്. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു പിന്നെ മഴ കൂടുതലാണ്, മാറണം എന്ന് പറഞ്ഞു. ചിന്നപ്പണ്ണൻ, മൈക്കിൾ, സുബ്രഹ്മണ്യൻ, ഈ വീടുകളിൽ അതിൽ കുറേ മൈക്കിളണ്ണൻ ഞാൻ പറഞ്ഞു മാറി, അങ്ങനെ ചിന്നപ്പണ്ണൻ മാറി, അങ്ങനെ കുറേ ആൾക്കാർ മാറി. എന്നിട്ട് ഞാൻ ഒരു 24 ചാനൽ വന്നപ്പോൾ ഞാൻ അതിൽ പറഞ്ഞു ഉരുൾപൊട്ടാൻ സാധ്യത ഉണ്ട്. കാരണം ഞങ്ങളവിടെ നാട്ടിൽ മഴ കുറച്ച് കൂടുതലാണ്. ആ പാലത്തിന് മുട്ടിയാണ് വെള്ളം വരുന്നത്. ഇപ്പോൾ എൻ്റെ വീട് കഴിഞ്ഞ 2020 അതേ സ്ഥലത്ത് ഉരുൾപൊട്ടി പോയതാണ്, മൊത്തം പോയത്. എവിടെ? മുണ്ടക്കയിൽ ഉരുൾപൊട്ട് പോയതാണ്, മൊത്തം എൻ്റെ വീട് പോയത്. ആ ഒരു പേടി കാരണമാണ് ഞാനിത് അവരോട് എല്ലാവരും പറഞ്ഞു. പരമാവധി കുറച്ച് ആൾക്കാരൊക്കെ പോയി, ഞാൻ പ്രസവം അങ്ങനെ 5-8 ചെക്കന്മാർ കൂടിയിട്ടാണ് പോയി പറയുന്നത്. ആ പറഞ്ഞ് കഴിഞ്ഞ് ഞാൻ പിറ്റേ ദിവസം രാത്രി 1:30-ക്കാണ് ഈ അപ്പോൾ ഞാൻ ഈ വീട് ഉരുൾപൊട്ടിക്കായിട്ട് എനിക്ക് സർക്കാർ തന്ന പൈസയിൽ ഞാൻ ചൂരൽമലയാണ് വീട് വാങ്ങിയത്. ചൂരൽമല ഇപ്പോൾ ഈ ഉരുൾപൊട്ടിയതിന് കുറച്ച് മുമ്പ്, അതായത് മുണ്ടക്കൈയേക്കാളും സേഫ് സുരക്ഷിതമാണെന്ന് വിചാരിച്ചിട്ടാണ് ചൂരൽമല വാങ്ങിച്ചത്. പൈസയ്ക്ക് അനുസരിച്ച് ഒരു വീട് വാങ്ങി, പിന്നെ കുറച്ച് പണിയെടുത്ത് വൃത്തിയാക്കിയത്. അങ്ങനെ പിന്നെ അവിടെ ആയിരുന്നു. ഒരു ടോർച്ച് നനഞ്ഞു പോയി അടിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ സുദർശൻ്റെ വീട്, ആ ഫസ്റ്റ് സ്കൂൾ കഴിഞ്ഞ ഫസ്റ്റ് വീട്, 2-3 സാരി കിട്ടി. അപ്പോൾ ഞാനും വേണും 2-3 ആൾ കൂടിയിട്ട് എന്ത് ചെയ്ത് അത് കെട്ടിയിട്ട് ആ ചെറിയ മരത്ത് കെട്ടിയിട്ട് ഇവരെ ഞങ്ങൾ എന്ത് ചെയ്തു ആ ടെറസിൻ്റെ മേലേക്ക്. അപ്പോൾ അവിടെ താഴെത്തിയപ്പോൾ ഏണിയില്ല. അപ്പോൾ മുളക് പറിക്കുന്ന ഒരു ഏണി അവൻ സുദർശൻ ഇട്ട് തന്നു. സുദർശനോട് ചോദിച്ചാൽ സുദർശൻ ഇട്ട് തന്ന് ഞങ്ങൾ ഓരോരുത്തരെ കയറ്റി. ബാക്കി വരുമ്പോഴത്തേനും ഈ 5 ആൾ മിസ്. സ്വന്തം കുടുംബത്തിലെ 5 കുടുംബത്തിലും പരമാവധി കുറേ ആളെനിക്ക് ഇതൊന്ന് രക്ഷിക്കാൻ പറ്റി. കാരണം നമ്മളിത് പറയുന്നത് എന്താ വെച്ചാൽ ആ നാട്ടിൽ ഇനി ബലി കൊടുക്കാൻ പറ്റും. എവിടെയെങ്കിലുമൊക്കെ അവർക്ക് എന്തെങ്കിലും കൊടുത്താൽ ആരെങ്കിലും ജീവിച്ചു പോയിക്കോട്ടെ. കാരണം ഇനി അത് അടി പോയി കിടക്കണം. ഞങ്ങൾക്ക് ആ മണ്ണിനും ഭൂമിനും അറിയാം. ചെറുപ്പം മുതലേ ജനിച്ച് വളർന്ന് ഞങ്ങളൊക്കെ ഷൈജയിച്ചാലും ഞങ്ങളെല്ലാവരും ഒപ്പം, ഞങ്ങളെല്ലാവരും എന്ത് കാര്യത്തിനും ഒന്നാകുന്ന ആൾക്കാർ. ഇനി ഇതിൽ കൂടുതൽ വേദനിക്കാൻ വയ്യ. കാരണം സാധാരണക്കാരൻ്റെ അവിടെ ആകെ പാവപ്പെട്ടവർ അന്നന്ന് പണിയെടുത്ത് ജീവിക്കുന്ന ആൾക്കാരാണ്, ഞങ്ങളടക്കം. അല്ലെങ്കിൽ ഒരു സൂചനയെങ്കിലും കൊടുക്കുകയാണെങ്കിൽ ചില ആൾക്കാരെങ്കിലും കഴിച്ചലായിരുന്നു. അപ്പോൾ ഇതെന്താ കാരണം എന്ന് വെച്ചാൽ എല്ലാവരും അന്നന്ന് ജീവിക്കുന്ന മണിയേട്ടനായാലും ഞങ്ങളങ്ങനെ ജീവിക്കുന്ന ആൾക്കാർ. ഇനിയെങ്കിലും അവർക്കൊരു മനസ്സിന് സമാധാനമുള്ള ഒരു സ്ഥലത്ത്. കാരണം ഇത് പൊട്ടും. കാരണം ഇത് അന്ന് എൻ്റെ വീട് പോയപ്പോൾ 3 വീട് പോയപ്പോൾ ചെറുങ്ങനെ പൊട്ടി അതേ സ്ഥലത്താണ് മേലെ പൊട്ടി. ഇനി ഇടിയാൻ ഞങ്ങൾക്കറിയാം. ഞങ്ങളിതാ മണിയേട്ടനായാലും ഞങ്ങളായാലും കാട്ടുകൂടെ ആൾക്കാരാണ്. ഞങ്ങൾക്ക് ആ ഭൂമിയെ കുറിച്ച് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് ഞാൻ തലേ ദിവസം ഉരുൾപൊട്ടെന്ന് പറഞ്ഞപ്പോൾ എന്നെ ഇതിൽ വാട്സാപ്പിൽ കിടക്കുന്നുണ്ട്. എന്നെ പറഞ്ഞു, ഈ വാട്സാപ്പിൽ എന്നെ പറഞ്ഞത് കംപ്ലീറ്റ് കിടക്കുന്നുണ്ട്. അപ്പോൾ അത് ഭയങ്കര വിഷമമായി. ഞാൻ അതിന് മറുപടി ഒന്നും പറയില്ല. കാരണം നമ്മുടെ നാടിനെ കുറിച്ച് മോശമായിട്ടല്ല, പക്ഷേ എനിക്ക് അറിയുന്നത് കൊണ്ടാണ്. ഈ വെള്ളം കലങ്ങി വരിക, മഴ കൂടുതൽ, ഞാൻ ശ്രദ്ധിച്ചപ്പോൾ 2 ദിവസം മഴ, 2 ദിവസം അതേ മഴ നിലനിൽക്കുന്ന, വെള്ളം കൂടുന്നു, ആ മഴ വൈകുന്നേരം വരെ നിൽക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇതൊരു മുൻ സൂചനയായിട്ട് ആ ചാനലിൽ പറഞ്ഞത്. അത് ഒരുപാട് വിഷമിച്ച് 11 മണി വരെ എനിക്ക് വളരെ മോശമാണ്. തീർച്ചയായും സ്വന്തം കുടുംബാംഗങ്ങൾ നഷ്ടപ്പെട്ട അച്ഛനും അമ്മയും സഹോദരി ഓരോരുത്തരിങ്ങനെ സംസാരിക്കുമ്പോൾ വേദനയുണ്ട്. പക്ഷെ എല്ലാം നമ്മൾ നാട്ടുകാരാണ്. ചെറിയ ലാഭങ്ങൾക്ക് വേണ്ടി ആൾക്കാരെ ബലി കൊടുത്തിട്ട് കാര്യമില്ല. ഞാനും ഒരു ഇനി എന്തായാലും